എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഹിജ്റ 7-ാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങി വെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മന്നഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ ശറയിൽ ഉള്ളതിനേക്കാൾ കൂട്ടിയ ഔ നുഖ്സ, അല്ലെങ്കിൽ ശറയിൽ ഉള്ളതിൽ ചുരുക്കിയത് ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഈ, ശർഈയായ ഒരു രേഖയുടെയും പിൻബലം കൂടാതെ. ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹു തആല ലഅനത്തുണ്ടാകും. അല്ല, പിന്നെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്യാം, അതാ ഇസ്ലാം. അല്ലാഹു കൽപ്പിച്ചതുപോലെ ചെയ്യാം, അതാണ് ഇസ്ലാം. സുബിയല്ലേ, ക്ഷീണമൊന്നുമില്ലാതെ 4 റക്അത്ത് നിസ്കരിച്ചാൽ സുബിയാവോ? 2 റക്അത്ത്. വേറൊരാള് ഈ സുജൂദ് 2 റുക്കു എന്താ ഒന്ന്, ഞാൻ റുക്കുവിന് 2 നിസ്കാരാവോ? അള്ളാഹ് പറഞ്ഞ പോലെ ചെയ്യലല്ലേ, അതല്ലേ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഏത് ഇബാദത്തും അള്ളാഹ് പറഞ്ഞ പോലെ, പറഞ്ഞവനോട് പറഞ്ഞ പോലെ ചെയ്യാൻ. പാപങ്ങൾ അവിടെ ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ ആ ബിദ്അത്തിന് ഏതാ ഇഷ്ടം? ഇമാം സുബ്ഹാൻ തൗഫീഖ് പറയുന്നു, നിങ്ങൾ ബിദ്അത്ത് അഹബ്ബുൽ ഇബ്ലീസ് മിനൽ മാസിയ. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നുചാടാനാണ് ബിദ്അത്തിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? അന്നൽ ബിദ്അത്ത് ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല. ആ ബിദ്അത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മാസിയത്ത് യുസാബുമിൻഹ. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാംഗന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗം തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി.